أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട് പ്രസവത്തിലെ മാതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം സമൂഹം ഒരിക്കൽ കൂടി പ്രതി ചേർക്കപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണം നടക്കുമ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചിന്ത ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഒരു വേള ചികിത്സാ രീതികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ അതിന്റെ മറുവശത്ത് മതവുമായി ചേർത്ത് നിർത്തി ഇത്തരം വാദങ്ങളും പ്രതിവാദങ്ങളും നമ്മൾ കേൾക്കണം. അത് ചില ഔലിയാക്കളുടെ കറാമത്തുമായി ചേർത്ത് നിർത്തി വിശ്വാസവുമായി ബന്ധപ്പെടുത്തി ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഇവിടെ ഉണ്ടാകുന്നു. പറയുന്നത്, ഏതെങ്കിലും ഒരു നിലക്ക് മുസ്ലിം ഉമ്മത്ത് സമൂഹ മധ്യത്തിൽ ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വേറൊരു ആംഗിളിലൂടെ വേറൊരു വശത്തു കൂടെ നമ്മൾ ചിന്തിക്കുമ്പോ വിശ്വാസി സമൂഹം പല നിലക്ക് വഴിതെറ്റിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നു. ഏതെല്ലാം തരത്തിലാണ് തെറ്റായ വഴികളിലേക്ക് ഉമ്മത്തിനെ പലരും നയിച്ചു കൊണ്ടുപോകുന്നത്. ലോകത്തെ ഏറ്റവും ഉത്തമമായ ഒരാദർശത്തിന്റെ ഉടമകളായിട്ട്, ദൈവീകമായ ഒരു വേദഗ്രന്ഥത്തിന്റെ അനുയായികളായിട്ട്, മാതൃകാപരമായി കളങ്കമില്ലാത്ത, ന്യൂനതകളില്ലാത്ത, അന്യൂനമായ ജീവിതം നയിച്ച് മാതൃക കാണിച്ച ഒരു പ്രവാചകന്റെ പിന്മുറക്കാരായിരുന്നിട്ട് ഇതൊന്നുമല്ലാത്ത ഏതൊക്കെയോ സിദ്ധാന്തങ്ങളിലേക്ക്, ആശയങ്ങളിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക് സമൂഹം വഴി നടത്തപ്പെടുന്നതിന്റെ കാഴ്ചകളാണ് എപ്പോഴും നമ്മൾ കാണുന്നത്. അത് പറഞ്ഞ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. മരിച്ചുപോയ ഒരു മനുഷ്യനെ പടച്ചവനാക്കുന്ന അവസ്ഥയിലേക്ക് എത്തി.
ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ചില പ്രദേശങ്ങളിൽ ശവ്വാൽ പ്രഭ മടവൂരിലേക്ക് എന്ന് പറഞ്ഞൊരു പോസ്റ്റർ വ്യാപകമായി കാണാൻ സാധിച്ചു. എല്ലാ നന്മകളും അവിടെ നിന്നുണ്ടാകുന്നു, എല്ലാ നന്മകളുടെയും അടക്കം അങ്ങോട്ടാണ് എന്ന ഒരു മെസ്സേജ് നൽകുന്ന രൂപത്തിലുള്ള പ്രചാരണം ഇവിടെ നടക്കുന്നു. ചെറുതും വലുതുമായ ഇത്തരം വ്യതിയാനങ്ങളെ, വഴികേടുകളെ സമൂഹത്തിൽ നിരന്തരമായി ആവർത്തിച്ചു കാണേണ്ടി വന്ന, കേൾക്കേണ്ടി വന്ന ഒരു സമുദായമായി മുസ്ലിങ്ങൾ മാറും. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പല കക്ഷികളായി വിശ്വാസികൾ മാറുന്നത്? എന്തുകൊണ്ടാണ് പല വിഭാഗങ്ങളായി മുസ്ലിം ഉമ്മത്ത് ചിന്ന ഭിന്നമാകുന്നത്? ഇത് നമ്മൾ വളരെ വ്യക്തതയോടെ പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ അബദ്ധം നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരും. കാരണം ആളുകളെ വഴിതെറ്റിപ്പിക്കുന്നവർ അവതരിപ്പിക്കുന്ന വാദമുഖങ്ങൾ പലപ്പോഴും സാധാരണക്കാരനെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ്. ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരന്റെ പാട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയി നിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ഒടുങ്ങിയിട്ടില്ല. ഇപ്പൊ കേൾക്കുമ്പോ ഭയങ്കര രസമാണ്, ആളുകൾക്ക് ഭയങ്കര ആസ്വാദനം തോന്നുന്നു, ഭയങ്കര ചിന്തയും ബുദ്ധിയും അല്ലെങ്കിൽ എന്താ പറയാ യുക്തിയൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ തോന്നും, ഒരാകർഷണീയത തോന്നും. സക്കറാത്തുൽ മൗത്തിന് എന്ത് രസാണ്! പിന്നെന്താ, ഈ നിലക്കുള്ള ആശയങ്ങളാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ അതിന്റെ ഉള്ളറയിലേക്ക് കടന്നു ചെന്നാൽ ഇവിടുത്തെ അദ്വൈതവാദികളായ ഹൈന്ദവ വിശ്വാസികൾ പഠിപ്പിക്കുന്ന അദ്വൈത സിദ്ധാന്തത്തിലേക്ക് ആണ് ആ വരികൾ അതിന്റെ വാല് പിടിച്ച് പിന്നാലെ പോയ ആളുകളെ കൊണ്ടെത്തിക്കുക. എല്ലാം അല്ലാഹുവാണ്, തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന ഇവിടുത്തെ ഹൈന്ദവ അദ്വൈത വിശ്വാസികളുടെ വാദത്തിലേക്ക് മനുഷ്യനെത്തി. തീർത്തും നിരുപദ്രവമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോയാൽ സാധാരണക്കാരായ ആളുകൾ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിലെ വഴി വളരെ വ്യക്തമാണ്. അത് നമ്മൾ വളരെ എന്താ പറയാ സംശയമില്ലാത്ത വിധം അതിൽ നമുക്ക് ബോധ്യമുണ്ടാകണം. നമ്മൾ അതിൽ വ്യക്തത വരുത്തണം, നമ്മൾ കൃത്യത വരുത്തണം. ഇത് പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിനോ നീക്കുപോക്കുകൾക്കോ നമ്മൾ സന്നദ്ധരാകാൻ പാടില്ല എന്നത് ഉറച്ച് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. ഇവിടെ നോക്കൂ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകളുടെ ആശയ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ അവിടെ പലപ്പോഴും ഇവരുടെ വേദികളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് ഖുർആനിന്റെ ആയത്തുകളാണ്, പ്രവാചകന്റെ ഹദീസുകളാണ്, ചരിത്ര സംഭവങ്ങളാണ്. എങ്ങനെയാണ് ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾക്ക് ഖുർആനിന്റെ ആയത്ത് തെളിവുദ്ധരിക്കുന്നത് എന്നതിനാണ് സാധാരണക്കാരൻ വീണുപോകുന്നത്. ഹദീസ്, പ്രവാചകന്റെ ഹദീസ് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ആളുകൾ പ്രസംഗിക്കുന്നത് എന്ന് കേട്ടാണ് സാധാരണക്കാരൻ വഞ്ചിതനായി പോകുന്നത്. അല്ലെങ്കിൽ അവർ പറയുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഗുണം ലഭിക്കുന്നുണ്ടല്ലോ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ടല്ലോ എന്നു കരുതിയാണ് ചില ആളുകളുടെ ആയിരക്കണക്കിന് മനുഷ്യരെ വിളിച്ചു ചേർത്ത് കൂട്ടുന്ന ആത്മീയ സദസ്സുകളുടെ പേരിൽ ചൂഷണങ്ങൾ നടക്കുമ്പോൾ സ്ത്രീകൾ അവരുടെ മാലകളും വളകളും സ്വർണങ്ങളും ഊരിക്കൊടുക്കുന്നതും സമ്പന്നന്മാർ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് സംഭാവനകളായി നൽകുന്നതുമൊക്കെ. ദീൻ എന്നുള്ളത് വഹിയാണ്, ഇത് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു വാചകമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ മതം ഇസ്ലാമാണ്. ആ ഇസ്ലാം എങ്ങനെ വന്നു? അത് വഹിയിലൂടെയാണ് വന്നത്, വഹിയല്ലാത്തത് ദീനല്ല. വഹി രണ്ട് തലത്തിലാണ് വഹി പ്രവാചകർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് ഹദീസാണ്. അത് വന്ന വഴികൾ എങ്ങനെ? ഹദീസുകൾ വന്ന വഴികൾ പല രൂപത്തിൽ ഹദീസ് വഹിയായി ലഭിക്കുന്നുണ്ട്. ജിബ്രീൽ മലക്കിന്റെ രൂപത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മനുഷ്യ രൂപത്തിൽ വന്ന് പഠിപ്പിച്ചതുണ്ട്, ഒരു ശബ്ദം മാത്രം നൽകിയതുണ്ട്, പ്രവാചകന് മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തതുണ്ട്, പ്രവാചകന് ഉറക്കത്തിൽ സ്വപ്നം കണ്ടതുണ്ട്, പ്രവാചകന്മാരുടെ സ്വപ്നങ്ങളും വഹിയാണ്. പല പല വഴികളിലൂടെ കൊടുത്ത ഹദീസ്
ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ ഓതിക്കൊടുക്കുകയും ഓരോ റമദാനിലും അതുവരെ ഓതിക്കൊടുത്ത പ്രവാചകന്റെ ഹിഫ്ദ് പരിശോധിക്കുകയും പ്രവാചകൻ മരണപ്പെടുന്ന അവസാനത്തെ റമദാനിൽ 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാം ഹിഫ്ദ് പരിശോധിക്കുകയും ചെയ്ത് ഉറപ്പുവരുത്തിയ വിശുദ്ധ ഖുർആൻ ഈ 2 എണ്ണമാണ് വഹ്യ് എന്ന് പറയുന്നത്. വഹ്യായി പ്രവാചകന് കിട്ടിയത് അത് 2മാണ് ദീൻ, അത് 2മാണ് മതം. അതല്ലാത്തതൊന്നും മതമായിട്ടില്ല. അതിന് പുറത്തുള്ളതൊന്നും മതമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഖുർആനാണ് മതം എന്ന് പറയുമ്പോ, ഹദീസാണ് മതം എന്ന് പറയുമ്പോ, ആ ഹദീസിനെ ആ ഖുർആനിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നൊരു ചോദ്യമുണ്ട്. അതിനുകൂടി ഉത്തരം കണ്ടെത്തുന്നിടത്തെ നമുക്ക് ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഖുർആനിനെ മനസ്സിലാക്കുക? ഞാൻ കുറച്ച് തുറന്ന് സംസാരിക്കാം. ഇപ്പൊ കേരളത്തിൽ ചേകനൂർ മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞു പോയിരുന്നു. അയാൾ പറഞ്ഞത് ഹദീസ് വേണ്ട. ഹദീസ് വേണ്ടെന്ന് പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഖുർആനിൽ ആയത്ത് ഓതി. ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുമിനൂൻ. ഖുർആനിന് ശേഷം നിങ്ങൾ ഏതൊരു ഹദീസിലാണ് വിശ്വസിക്കുന്നതെന്ന് ഖുർആൻ വന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ഹദീസ്? ഇവിടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സൂഫിസത്തിന്റെ ത്വരീഖത്തിന്റെ ആളുകൾക്ക്, അവർ ചില ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ നിസ്കരിക്കൂല എന്നാ പറയുന്നത്. അവർ നിസ്കരിക്കൂല, നോമ്പെടുക്കൂല. എന്തുകൊണ്ടാണ് നോമ്പെടുക്കാത്തവർ? ഖുർആനിൽ ആയത്ത് ഓതി. ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ എത്തുന്നത് വരെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. യഖീൻ എന്ന വാക്കിന്റെ അർത്ഥം ഉറപ്പ്. അപ്പൊ ഖുർആനിൽ ആയത്ത് പറയുന്നു ഉറപ്പെത്തുന്നത് വരെ അല്ലാഹനെ ആരാധിച്ചാൽ മതി. ഞങ്ങൾ ഉറപ്പെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അല്ലാഹനെ ആരാധിക്കേണ്ടതില്ല. ഞങ്ങൾ ആരാധന നിർത്തിവെക്കേണ്ട മർത്തബയിലെത്തിയ ആളുകളാണ്. ഖുർആനിനെ എടുക്കുമ്പോൾ, ഹദീസിനെ എടുക്കുമ്പോൾ അതിനെ വേണമെങ്കിൽ ആളുകൾക്ക് ഇഷ്ടം പോലെ ദുർവ്യാഖ്യാനിച്ച് പല പല ആശയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ലോകത്ത് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മലയാളക്കരയിൽ അതിന് തെളിവുണ്ടെന്ന് പറഞ്ഞു വസ്അൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ എന്ന ആയത്ത് ഇവിടെ ഓതുന്നു. ഇന്നമാ വലിയക്കുമുല്ലാഹ് എന്ന ആയത്ത് ഓതിയിട്ട് മുഹിയുദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള തെളിവാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഖുർആൻ അവതരിച്ചത് അല്ലാഹനെ മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. അല്ലാഹുവിന് മാത്രം ആരാധനകൾ നൽകണമെന്ന് പഠിപ്പിക്കാനാണ്. സഹോദരങ്ങളെ, ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ വാചകങ്ങളിലൊന്നും ഒരു സംശയം മനസ്സിലുണ്ടാകാതെ വ്യക്തതയോടുകൂടി ഇസ്ലാമിക വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയും. ഇസ്ലാം ഖുർആനും സുന്നത്തും എങ്ങനെ മനസ്സിലാക്കണം എന്നതിന് പഠിപ്പിച്ച മാനദണ്ഡത്തിൽ ഉറച്ചു നിന്നാൽ വളരെ സിമ്പിളാണ് കാര്യം. ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുമിനൂൻ എന്ന് പറഞ്ഞാൽ ഖുർആനിന് ശേഷം നിങ്ങൾ എന്തൊരു ഹദീസിലാണ് വിശ്വസിക്കുന്നത് എന്നാണോ? അല്ല. അവിടെ ആ ഖുർആൻ ആയത്തിറങ്ങുമ്പോ അതിനെ എങ്ങനെയാണ് സ്വഹാബിമാർ മനസ്സിലാക്കിയത് എന്നാണ് നോക്കേണ്ടത്. ഖുർആനിൽ ഒരു ആയത്ത് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം അതാണ്. ഒരു ഹദീസ് പ്രവാചകന്റേത് എടുക്കുമ്പോ അതെങ്ങനെയാണ് സ്വഹാബത്ത് സലഫുകൾ മനസ്സിലാക്കിയത് എന്നാണ് നോക്കേണ്ടത്. പ്രവാചകന്റെ ഒരു ഹദീസ് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം അതാണ്. അറബി ഭാഷ അറിയാം, അല്ലെങ്കിൽ അറബി ഭാഷ ഡിക്ഷണറി ഉണ്ട്, നിഘണ്ടുണ്ട്. ആ നിഘണ്ടു മുന്നിൽ വെച്ച് ഖുർആൻ വാക്കുകളുടെ അർത്ഥം നോക്കി ഖുർആൻ പഠിക്കുന്ന രീതിയല്ല ഇസ്ലാമിലെ പ്രമാണങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഹദീസ് മുന്നിൽ വെച്ച് അതിന്റെ വാക്കിന്റെ അർത്ഥം അറബി ഭാഷ നിഘണ്ടു നോക്കി മനസ്സിലാക്കുന്ന രീതിയല്ല ഹദീസുകളെ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് മുൻഗാമികൾ സ്വീകരിച്ചത് എന്നാണ് നോക്കേണ്ടത്. മുൻഗാമികൾ സ്വീകരിച്ച രീതിയാണ് ശരിയായ രീതി. അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ അത് തിരുത്തി കൊടുക്കും. അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, തയമ്മം ചെയ്യണമെന്ന ആയത്തിറങ്ങി തയമ്മം ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയാതെ ജനാബത്ത് കുളി നിർബന്ധമായ ഒരു മനുഷ്യൻ മണ്ണിൽ കിടന്നുണർന്നു ഉരുണ്ടു. ഫതയമ്മമു സ്വഈദൻ ത്വയ്യിബൻ എന്ന ആയത്ത് വെച്ചിട്ട് മണ്ണിൽ കിടന്നു ഉരുണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അങ്ങനെ ചെയ്യണ്ട. കൈ മണ്ണിലടിച്ച് ഊതി ഇടത് കൈ കൊണ്ട് വലതു കൈയിന്റെ പിൻഭാഗവും വലതു കൈ കൊണ്ട് ഇടത് കൈയിന്റെ പിൻഭാഗവും മുഖവും ഒരു തവണ തടവിയാൽ തയമ്മുമായി. അപ്പൊ ആ ആയത്ത് മനസ്സിലാക്കിയെടുത്ത് സ്വഹാബത്തിന് തെറ്റുപറ്റിയപ്പോ നബി അത് തിരുത്തി കൊടുക്കുക. കുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ.
എപ്പോഴാണ് നോമ്പിന്റെ സമയം ആരംഭിക്കുക? ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി, നിങ്ങൾ വെള്ളം കുടിച്ചോളി. ഏതുവരെ? കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂൽ വ്യക്തമാകുന്നത് വരെ. സ്വഹാബി ഉറങ്ങാൻ കിടക്കുമ്പോ പല റിവായത്തുകൾ കാണാം, ഒരു കാലിൽ കറുത്ത നൂലും മറുകാലിൽ കറുത്ത വെളുത്ത നൂലും കെട്ടിയിട്ടു, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന്റെ അടുത്ത് രണ്ടും വെച്ചു. ഇതിങ്ങനെ ഇടക്കോണെന്ന് നോക്കൂ, ഇത് രണ്ടും വേർതിരിച്ചു മനസ്സിലാകുന്നുണ്ടോ? ആ ആയത്ത് മനസ്സിലാകുന്നിടത്ത് സ്വഹാബിക്ക് സംഭവിച്ച അബദ്ധം. നബി അത് തിരുത്തി കൊടുത്തു. നബി പറഞ്ഞു, അത് കറുത്ത നൂൽ എന്നുള്ളത് രാവാണ്, വെളുത്ത നൂൽ എന്നുള്ളത് പകലാണ്. ഇത് രണ്ടും വേർതിരിയുന്ന ഫജ്ർ. അതിനുശേഷം ആയത്തിൽ പിന്നീട് ഫജ്ർ എന്ന വാക്ക്, മിനൽ ഫജ്ർ എന്ന വാക്ക് അവതരിച്ചത്. ഈ സംഭവത്തിന് ശേഷം മിനൽ ഫജ്ർ എന്ന ആയത്ത് കൂടി അവതരിച്ചു. നബി തിരുത്തി കൊടുത്തു, അത് ഫജ്ർ സ്വാദിഖിന്റെ സുബഹിന്റെ സമയമാകുന്നതിനെയാണ് ആയത്ത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ അബദ്ധം സംഭവിക്കുമ്പോൾ തിരുത്താൻ പ്രവാചകൻ കൂടെയുള്ളവർ എങ്ങനെയാണോ ആയത്ത് മനസ്സിലാക്കിയത്, എങ്ങനെയാണോ ഹദീസ് മനസ്സിലാക്കിയത്, അങ്ങനെയാണ് ഖുർആനെയും ഹദീസിനെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആര് മനസ്സിലാക്കിയതുപോലെ? സലഫുകൾ മനസ്സിലാക്കിയതുപോലെ. സലഫ് എന്ന് പറഞ്ഞാൽ ആരാ? സ്വഹാബിമാരാണ്, താബിയുകളാണ്, താബിയകളാണ്. അവരെയാണ് നമ്മൾ സലഫുകൾ എന്ന് വിളിക്കുന്നത്. അവർ നമ്മളെ പോലെ, നമ്മളും ചില ആളുകൾ പറയാറുണ്ട്, പല നിലക്കും ഈ സ്വലഫുകളെ തള്ളിക്കറയുന്ന ആളുകളുണ്ട്. ഒന്നാരാണ്? ഇവിടുത്തെ ഷിയാക്കൾ പറയും, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവരൊക്കെ കാഫിറുകളാണെന്നാണ് വാദിക്കുന്നത് ഷിയാക്കളായിട്ടുള്ള ആളുകൾ. അവരെ നമ്മൾ സ്വീകരിക്കേണ്ടത് അലി റളിയല്ലാഹു അൻഹുവിനെ മാത്രം സ്വീകരിച്ചാൽ മതി. ഖവാരിജുകൾ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹി എന്ന ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് വാദിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇസ്ലാമിനും ജാഹിലിയത്തിനും ഇടയിലുള്ള ഇടക്കണ്ണി എന്ന് ഖവാരിജുകൾ പ്രചരിപ്പിച്ചു. അപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിമാർ അങ്ങനെയല്ല. നമ്മളും മനുഷ്യരാണ്, അവരും മനുഷ്യരാണ്, നമ്മളെക്കാൾ സ്വഹാബത്തിന് പ്രത്യേകതകൾ ഒന്നുമില്ല എന്ന് വാദിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ആശയമാണ്. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ വലിയ സ്ഥാനങ്ങൾ അവർക്കുണ്ട്. അത് ദീർഘമായി വിശദീകരിക്കേണ്ട ഒരു ഏരിയയാണ്. വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ് സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. പ്രവാചകനും പ്രവാചകന്റെ കൂടെ വിശ്വസിച്ചവരും അല്ലാഹുവിന്റെ കലാം പ്രത്യേകമായി എടുത്തു പറഞ്ഞ ആളുകളാണ് സ്വഹാബത്ത്. അവിശ്വാസികളോട് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും വിശ്വാസികളോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ. അവരെ കുറിച്ച് ഖുർആനിൽ മാത്രമല്ല, പ്രവാചകനെ കുറിച്ച് ഇഞ്ചീലിലും തൗറാത്തിലും പറഞ്ഞിട്ടുണ്ട്. തൗറാത്തിൽ മുഹമ്മദ് എന്ന പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇഞ്ചീലിൽ അഹമ്മദ് എന്ന പേരിൽ പ്രവാചകനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇഞ്ചീലിലും തൗറാത്തിലും പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ നിയോഗിതരായ സ്വഹാബത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്ന് ഖുർആനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മുഹാജിറുകളും അൻസാറുകളുമായ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പ്രത്യേകമായി എടുത്തു പറയുന്നു. ഒരുപാട് സന്ദർഭങ്ങളിൽ ചില പ്രത്യേക വ്യക്തികളെ എടുത്തു പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരാമർശിക്കുന്ന ഖുർആനിൽ ആയത്തുകളുണ്ട്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരെടുത്തു പറഞ്ഞത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്റെ ഹദീസുകളിലേക്ക് കടന്നുപോയാലും സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നത് കാണാം. ഖൈറുൻ നാസി ഖർനി, മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ എന്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനടുത്ത തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ്. മുസ്ലിം ഉമ്മത്തിലെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമർ അവർ സ്വഹാബിമാരാണ് എന്നതിൽ തർക്കമില്ല. ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബിമാരെ ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല. ഫലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസിഫഹു, നിങ്ങൾ ഉഹദ് മലയോളം സ്വർണ്ണം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചാലും 7 കിലോമീറ്ററിലധികം നീളവും 3 കിലോമീറ്ററിലധികം വീതിയുമുള്ള ഉഹദ് മലയുടെ അത്ര സ്വർണം നമ്മൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചാൽ ഒരു സ്വഹാബി ഒരു മുദ്ദ് ഒരു കൈക്കുമ്പിളിൽ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുത്തതിന് തുല്യമല്ലെന്നാണ് പ്രവാചകൻ പറഞ്ഞു. അതിന്റെ പകുതിയോളം പോലും വരില്ല. ദീനിലേക്ക് ആദ്യം കടന്നു വന്നവർക്കൊരു മഹത്വമുണ്ട്. അതിൽ തന്നെ മക്കാ ഫത്ഹിന്, മക്കാ വിജയത്തിന് ശേഷം വന്നവരും മുമ്പ് വന്നവരും ഒരുപോലെയല്ലെന്ന് പ്രവാചകൻ പറഞ്ഞു. മക്കാ വിജയത്തിന് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരും ശേഷം കടന്നു വന്നവരും ഒരുപോലെയല്ലെന്ന് പറഞ്ഞു.
നമ്മുടെ ഇബ്നു അബീ ബൽതഅയുടെ ചരിത്രം നമ്മൾ കേൾക്കാറുണ്ട്. മക്ക മദീനയിൽ നിന്ന് സൈന്യത്തെ ഒരുക്കുന്നത് മക്കയിലേക്ക് അറിയിപ്പ് കൊടുത്തു അല്ലേ? സ്വഹാബിയെ ഒരു സ്വഹാബിയാണ് പ്രവാചകന്റെ കൂടെയുള്ള ആളാണ്, സ്വന്തം കുടുംബക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാ ചെയ്തത്. അലി റളിയല്ലാഹു അൻഹു ആ ദൂത് പോകുന്ന സ്ത്രീയായിരുന്നു പറഞ്ഞ കത്തുമായിട്ട് പോയത്. അവരെ തടഞ്ഞു വെച്ചു. അവരുടെ മുടിക്കുത്തിൽ നിന്ന് ഇബ്നു അബീ ബൽതഅയുടെ കത്ത് പിടിച്ചെടുത്തു. തന്റെ കുടുംബക്കാർക്ക് നബീദ ഇവിടെ സൈന്യത്തെ ഒരുക്കുകയാണ് എന്ന വാർത്ത പറഞ്ഞു കൊടുക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ ദേഷ്യപ്പെട്ടു. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ലഅല്ലല്ലാഹു അയ്യത്തലി അലാ അഹ്ലി ബദർ. അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാണ്. ബദറിൽ പങ്കെടുത്ത ആളുകളിലേക്ക് അല്ലാഹുവിനെ നോക്കിയിട്ട് ഇഫ്അലു മാ ശിഅ്തും ഖദ് ഗഫറല്ലാഹു ലക്കും എന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോടെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. ബദറിൽ പങ്കെടുത്തവരും അല്ലാത്തവരും ഒരുപോലെയല്ല. സ്വഹാബിമാരിൽ തന്നെ ചിലർക്ക് ചില മഹത്വങ്ങളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് ചോദിച്ചു. നബി പറഞ്ഞു, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ബദറിൽ പങ്കെടുത്തവർ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മലക്കുകളിൽ നിന്നും ബദറിൽ പല ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് ബദറിൽ പങ്കെടുത്തവർക്ക് എത്ര മഹത്വമുണ്ടോ എന്നതുപോലെ മലക്കുകളിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ മലക്കുകൾക്കും ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് വലിയ മഹത്വമുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയണ്ടായി. ഞാൻ പറഞ്ഞത് ബദറിൽ പങ്കെടുത്ത സ്വഹാബിമാർ കുറച്ചുകൂടി മഹത്വമുണ്ട്. മക്ക വിജയത്തിന് മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ചവർക്ക് കുറച്ചുകൂടി മഹത്വമുണ്ട്. ഇസ്ലാമിന്റെ ആദ്യ നാളുകളിൽ കടന്നു വന്ന് ഇസ്ലാമിന് വേണ്ടി വലിയ ത്യാഗം അനുഭവിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഏറ്റവും മഹാനായ സ്വഹാബിമാരിൽ ഒന്നാമത്തെ ആളാരാണ്? അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, ത്വൽഹത്തും ഫിൽ ജന്ന, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, സഈദും ഫിൽ ജന്ന. എടുത്തു പറഞ്ഞ 10 സ്വഹാബിമാരുണ്ട്. ബിലാലിന്റെ കാലടി ശബ്ദം സ്വർഗത്തിൽ എനിക്ക് മുമ്പേ ഞാൻ കേട്ടു എന്ന് പറയുന്ന വാചകങ്ങളുണ്ട്. സഹോദരങ്ങളെ, ലാ തസുബ്ബു അസ്ഹാബി, ഒരു സ്വഹാബിയെ കുറിച്ച് പോലും മോശമായി പറയാൻ പാടില്ല. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ആ സിഫീൻ യുദ്ധത്തിന്റെയും ജമൽ യുദ്ധത്തിന്റെയും ഒക്കെ ചരിത്ര പശ്ചാത്തലങ്ങളെ വെച്ചുകൊണ്ട് അത് അവർക്കിടയിൽ അവരെടുത്ത തീരുമാനത്തിൽ സംഭവിച്ച ഒരു അബദ്ധമായിട്ടേ കാണാൻ പാടുള്ളൂ എന്നതാണ് അഹ്ലുസുന്ന നമ്മളെ പഠിപ്പിക്കുന്നത്. ലാ തസുബ്ബു അസ്ഹാബി എന്നർത്ഥം നമ്മൾ നിൽക്കേണ്ടത്. സ്വഹാബിമാരെ ചീത്ത പറയാൻ പാടില്ല. ഇജ്തിഹാദിന് യോഗ്യതയുള്ള ഒരു പണ്ഡിതൻ, ഗവേഷണത്തിന് യോഗ്യതയുള്ള ആഴത്തിൽ അറിവുള്ള ഒരു പണ്ഡിതൻ, അതിനെക്കുറിച്ച് ഇസ്ലാമിലെ നിലപാടെന്ന പ്രവാചകൻ പഠിപ്പിച്ച ഹക്കമൽ ഹാക്കിമു ഫഅസ്വാബ ഫലഹു അജ്റാൻ. ഒരാൾ ഒരു വിധി നടപ്പിലാക്കി, മുജ്തഹിദായ ഒരു പണ്ഡിതൻ ഒരു വിധി നടപ്പിലാക്കി, അയാൾക്ക് അതിൽ ശരി സംഭവിച്ചാൽ 2 കൂലിയുണ്ട്. അയാൾക്ക് തെറ്റുപറ്റിയാലോ അയാൾക്ക് ഒരു കൂലിയുണ്ട്. തെറ്റുപറ്റിയാലും ഒരു പുണ്യമാണ്. കാരണം അയാൾ മുജ്തഹിദാണ്, ഇസ്ലാമിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ തീരുമാനമെടുത്തത്. ശരി സംഭവിച്ചാൽ 2 പുണ്യമുണ്ട്. സ്വഹാബത്തിനെ കുറിച്ച് പറയാറുള്ളത്, സ്വഹാബത്ത് എല്ലാവരും മുജ്തഹിദീങ്ങളാണ്. എല്ലാവരും ഇജ്തിഹാദിന് യോഗ്യതയുള്ളവരാണ്. അവരുടെ അറിവിന്റെ അളവിൽ വ്യത്യാസമുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ അവരൊരു തീരുമാനമെടുത്ത് അത് 2 അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലും 2 ഭാഗമായി മാറി നിന്ന് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗത്തിന് ശരി സംഭവിച്ച മുജ്തഹിദീങ്ങളാണ്, അവർക്ക് 2 കൂലിയുണ്ട്. ഒരു വിഭാഗത്തിന് അബദ്ധം സംഭവിച്ച മുജ്തഹിദുകളാണ്, അവർക്ക് ഒരു കൂലിയുണ്ട്. അവർ ശരിയല്ലെന്ന് ചീത്ത പറയുന്ന ആളുകളോ അവർക്ക് കുഫ്റാണുള്ളത്, അത് ഫിസ്ഖാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംശയമില്ലാതെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള സമീപനമാണ്. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, സ്വഹാബത്തിനെ മഹത്വത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവരെ ഒരു മാതൃകയായി ഇസ്ലാം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ സ്വഹാബിമാര് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം എന്ന് പറയുന്നത് എന്തിനാ? ഖുർആൻ താബികൾ മനസ്സിലാക്കിയതുപോലെ ഹദീസിനെ മനസ്സിലാക്കണം എന്ന് വാദിക്കുന്നത് എന്തിനാ? ഇസ്ലാമിൽ അതിനെന്താ തെളിവുള്ളത് എന്ന് ചോദിക്കുമ്പോ ധാരാളം തെളിവുകൾ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, സൂറത്ത് ബഖറയിലെ 137-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ.
അവർ ഈ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ സന്മാർഗത്തിലാകുമായിരുന്നു. ആരാണ് നിങ്ങൾ? ഖുർആൻ അവതരിക്കുന്ന കാലത്ത് നിങ്ങൾ ആരാണ്? സ്വഹാബിമാരാണ്. അപ്പൊ സ്വഹാബിമാർ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ സന്മാർഗത്തിലാകുമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നത്. വിശ്വാസത്തിലെ ഒരു മാതൃകയായി സ്വഹാബത്തിനെ ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. മുനാഫിഖുകളെ കുറിച്ച് സൂറ അൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് പറയുന്നു, വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, അന്നാസ് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവിൻ എന്നവരോട് പറയപ്പെട്ടാൽ അന്നാസ് വിശ്വസിച്ചതുപോലെ. ആരാണ് ആ ഖുർആൻ അവതരിക്കുന്ന കാലത്തെ അന്നാസ്? എല്ലാ മുഫസ്സിറുകളും പഠിപ്പിക്കുന്ന സ്വഹാബത്താണ്. സ്വഹാബത്തിനെ ഒരു മാതൃകയായി പഠിപ്പിക്കുകയാണ്. والسابقون الأولون من المهاجرين والأنصار, മുഹാജിറുകളും അൻസാറുകളുമായ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നവർ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ പിന്തുടർന്നവരും. ജൂതന്മാർ 71 വിഭാഗമായിട്ടുണ്ടെങ്കിൽ ക്രൈസ്തവർ 72 വിഭാഗമായിട്ടുണ്ടെങ്കിൽ വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി മാറും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഓർത്തു വെച്ചോളിൻ സഹോദരങ്ങളെ, അവാചകം ഭയങ്കരമായ ഒരു വാക്കാണ്. എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തുൻ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. മാഹിയ യാ റസൂലല്ലാഹ്, നമ്മളെപ്പോഴും കേൾക്കുന്ന വാചകമാണ്. ഏതാണ് പ്രവാചകരെ നേരായ മാർഗത്തിലുള്ള സ്വർഗത്തിലേക്ക് പോകുന്ന വഴി? ആരാണവർ? നബി പറഞ്ഞത്, മാന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബിമാരും സഞ്ചരിച്ച വഴി. സ്വഹാബിമാരുടെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഇസ്ലാമിൽ തെളിവാണ് എന്നല്ലേ ഞാൻ പറയുന്നത്. ഒരാള് ഹദീസ് തെളിവല്ല എന്ന് ഖുർആനിൽ ആയത്ത് ഓതുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ, നിങ്ങൾ പറഞ്ഞതുപോലെ ആ ആയത്ത് മനസ്സിലാക്കിയ ഒരു സ്വഹാബിയെ പറയാമോ? ഒരു താബിഈനെ പറയാമോ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇൽമുൽ കലാമിന്റെ ആളുകളുമായി രാജകൊട്ടാരത്തിൽ വെച്ച് നടത്തിയ വലിയ സംവാദങ്ങൾ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം അവരെ വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിക്കാനും നിഷേധിക്കാനും എന്നൊക്കെ വാദിക്കുമ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങൾ വാദിക്കുന്നത് പോലെ വാദിച്ച, പറഞ്ഞ, പഠിപ്പിച്ച ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ 3 തലമുറയിലെ ഒരു പണ്ഡിതന്റെ വാചകം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അത് പഠിക്കാൻ ഞാൻ നിങ്ങൾക്ക് 1 വർഷം സമയം തരാമെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വെല്ലുവിളിച്ചു. ഞാൻ പറയുന്നത്, അന്ധവിശ്വാസങ്ങൾ കൊണ്ടുവന്ന് അതിന് ആയത്തുണ്ട് ഹദീസുണ്ട് എന്ന് പറയുമ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആശയക്കുഴപ്പമുണ്ടാവില്ല. അയാൾ ചോദിക്കുന്ന, നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞ സ്വഹാബി ആരാണ്? താബി ആരാണ്? തബഉ താബി ആരാണ്? സലഫുകളിൽപ്പെട്ട പൂർവ്വസൂരികളായ ഒരു മുഫസ്സിറിന്റെ പേര് പറയാമോ? വസൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ എന്ന് ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവാണെന്ന് ഒരു ഉസ്താദ് ഓതുമ്പോ ഒരു വിശ്വാസിക്ക് യാതൊരു ആശയക്കുഴപ്പവുമില്ല. അവിശ്വാസികളുടെ വിശ്വാസം വ്യക്തതയുള്ളതാണ്, സമാധാനമുള്ളതാണ്, ആശ്വാസമുള്ളതാണ്. ചോദിക്കാനുള്ളത് ഈ ചോദ്യമാണ്, ഒരു സ്വഹാബിയുടെ പേര് പറയാമോ? ആയത്ത് ധരിച്ച് മരിച്ചുപോയ പ്രവാചകന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ച, മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടിയ ഒരാളുടെ പേര് പറയാമോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. ഹദീസ് അങ്ങനെ സ്വീകരിക്കേണ്ടതില്ലെന്ന് ആയത്തോടി പറയുമ്പോ ഉറപ്പാകുന്നതുവരെ അല്ലാഹുവിനെ ആരാധിച്ചാൽ മതി എന്ന് ത്വരീഖത്തുകാരൻ പറയുമ്പോ ആ ഉറപ്പിന് സ്വഹാബത്ത് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? മരണമെന്നാണ്. മരണം വരെ അല്ലാഹുവിനെ ആരാധിക്കണം ഖുർആന്റെ ആയത്ത് പറയുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ ഇടയ്ക്ക് വെച്ച് ആരാധന നിർത്തിയ, നിസ്കാരം അവസാനിപ്പിച്ച ഒരു സ്വഹാബിയെ പറയാമോ? ഒരു താബിഈനെ പറയാമോ? അങ്ങനെ ആയത്തിനെ വ്യാഖ്യാനിച്ച സലഫുകളിൽപ്പെട്ട ഒരു മുഫസ്സിറിനെ പറയാമോ? എത്ര സിമ്പിളാണ്, എത്ര വ്യക്തതയുള്ളതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മുടെ സുഹൃത്തുക്കളെ, ഈ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ല വാഹിദ, എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗമേ സ്വർഗത്തിലേക്ക് പോകുന്നു പറഞ്ഞാൽ അതിലേക്ക് ഉൾപ്പെടാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇതൊരു സംഘടനകളുടെയോ കക്ഷികളുടെയോ ഒന്നും വിഷയമല്ല. ഇതൊരു മുസ്ലിമിന്റെ അടിസ്ഥാന വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതൊരു വിശ്വാസിയുടെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ
നമ്മുടെ വിശ്വാസം, നമ്മുടെ നിലപാടുകൾ എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല വ്യക്തതയുണ്ടാകണം, ധാരണയുണ്ടാകണം. ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ അത് ആ ആളുകളെ ശരിക്കും സലഫിയത്തിന്റെ ആളുകൾ, സലഫികൾ എന്നൊക്കെ പറയാം. പേരിന്റെ കൂടെ സലഫി ഉണ്ടായതുകൊണ്ടോ, സംഘടനയുടെ സലഫി സംഘടനയിൽ മെമ്പർ ആയതുകൊണ്ടോ ഒരാൾ സലഫിയാവൂല. മറിച്ച് ഖുർആനും സുന്നത്തും എങ്ങനെയാണോ പൂർവികർ മനസ്സിലാക്കിയത് അതുപോലെ ജീവിക്കുന്നവർ പുത്തൻവാദികൾ എന്നാ പറയാറ്. യഥാർത്ഥത്തിൽ സലഫുകൾ എന്ന് പറഞ്ഞ പഴയവരാ. ആ പഴയ വാദത്തിൽ നിലനിൽക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പരലോകത്ത് വിജയം നേടുക. അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ പള്ളി പരിപാലനത്തിലേക്കുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ. എല്ലാവരും മനസ്സറിഞ്ഞ് അല്ലാഹുവിന്റെ ഈ വീടിന്റെ പരിപാലനത്തിലേക്ക് സ്വതക്കകളിൽ നിന്നുള്ള വിഹിതങ്ങൾ, സംഭാവനകൾ നൽകണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം, പലപ്പോഴും വിശ്വാസ സമൂഹം പല പല വിഭാഗങ്ങളായി, പല പല കക്ഷികളായി ഭിന്നിച്ചു മാറി നിൽക്കുന്നു. തെറ്റായ പല വിശ്വാസങ്ങളും, വളരെ വലിയ അബദ്ധധാരണകൾ പോലും നമ്മുടെ കൂടെ ജീവിച്ച് മരിച്ചുപോയ മനുഷ്യർ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു എന്നതുൾപ്പെടെയുള്ള വൻ അബദ്ധങ്ങൾ പോലും മതത്തിന്റെ പേരിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു. മതത്തിന്റെ പേര് പറഞ്ഞ് ആളുകൾക്ക് ചികിത്സകൾ നിഷേധിക്കുന്നു. എന്നിട്ട് ആ വലിയ അപകടകരമായ മരണങ്ങൾ സംഭവിക്കുന്നു. ഒരു ഉസ്താദിന്റെ പ്രസംഗം കേട്ടു, പണ്ടൊന്നും ഗർഭ ഉണ്ടായാൽ പ്രസവിക്കാൻ നേരത്ത് പള്ളി കൊണ്ടുപോകില്ല, പിന്നെ ആശുപത്രി കൊണ്ടുപോകില്ല, ഡിഫായിമാല ഓതും, നഫീസത്തുമാല ഓതും, അങ്ങനെ അവിടെ സുഖപ്രസവം ഉണ്ടാവും. ആളുകളെ ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ നിലക്ക് വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ നിലക്കുള്ള തെറ്റായ ധാരണകൾ, എന്ത് തെറ്റായ വിശ്വാസമാണെങ്കിലും അതൊക്കെ കടന്നു വരുന്നത് ശരിയായ പ്രമാണങ്ങളിൽ നമ്മൾ മാറി സഞ്ചരിക്കുമ്പോഴാണ്. ഞാൻ ഒരു വാചകം കൂടി ആവർത്തിച്ച് അവസാനിപ്പിക്കട്ടെ. പലപ്പോഴും ഇത്തരം ചർച്ചകളെ നമ്മൾ കാണുന്ന ഇവിടെ നിലനിൽക്കുന്ന കുറെ സംഘടനകളുടെയോ കുറെ പണ്ഡിതന്മാരുടെയോ ഒക്കെ ഒരു വ്യക്തിപരമായ പിന്നെ സംഗതിയായി ഇതിനെ മനസ്സിലാക്കുന്ന ഒരു പ്രശ്നം കൂടി നമുക്കിടയിലുണ്ട്. ഞാൻ പറയുന്നത്, ഇതിനെ വളരെ നിഷ്കളങ്കമായി നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ അടിത്തറ ഭദ്രമാവുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഒരു വിചാരണയെ അഭിമുഖീകരിക്കേണ്ടവരാണ്. നമ്മൾ ഓരോരുത്തരും ഒരു പരലോകത്ത് പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ്. അവിടെ വിജയിക്കുക എന്നതിനപ്പുറമുള്ള ഒരു താല്പര്യവും നമുക്കുണ്ടാകാൻ പാടില്ല. അതിന് ഞാൻ എന്ത് നിലപാടാണോ സ്വീകരിക്കേണ്ടത് അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെ ഭൗതികമായ എന്തു നഷ്ടം വന്നാലും മക്കയിലെ വലിയ സമ്പന്നന്മാരായിരുന്നു ഇസ്ഹാബിൻ ഉബൈറിനെ പോലെയുള്ള ആളുകൾ എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയത്. സുഹൈബ് റൂമിയെ പോലെയുള്ള ആളുകൾ അടിമയായി മക്കയിൽ വന്ന് കച്ചവടം ചെയ്ത് സമ്പന്നനായി, ഞങ്ങളുടെ നാട്ടിൽ സമ്പത്ത് കച്ചവടം ചെയ്തുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് നീ എങ്ങനെ മദീന വിട്ടുപോകുമെന്ന് ചോദിച്ചപ്പോ, എന്റെ സമ്പത്ത് വീടിന്റെ അടുത്ത് ഇന്നടത്ത് ഞാൻ കുഴിച്ചിട്ടുണ്ട്, വീടിന്റെ ഇന്ന ഭാഗത്ത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ എടുത്തോളി, എനിക്ക് എന്റെ വിശ്വാസവുമായി പോകാനുള്ള അനുവാദം തരണം എന്നാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഖുറൈശികളോട് മുശ്രിക്കുകളോട് ആവശ്യപ്പെട്ടത്. നമ്മളത് മുഴുവൻ ഉപേക്ഷിച്ച് മക്ക വിട്ടുപോയതെന്തിനാ? പരലോകം നഷ്ടപ്പെടാതിരിക്കാൻ. ഒരു മക്കയിലെ സമ്പന്നനായിരുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹു മരിച്ച് കഫൻ ചെയ്യുമ്പോ തല മറച്ചാൽ കാല് പുറത്താകും, കാല് മറച്ചാൽ തല പുറത്താകും എന്ന അവസ്ഥയിൽ ഒരു കഫൻ തുണി മാത്രമുള്ള ദരിദ്രനായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുണി കൊണ്ട് തല മൂടാനും കാലിൽ ഇർഖദ് ചെടികൾ വെച്ച് കെട്ടിവെച്ച് കഫൻ ചെയ്ത് കബറടക്കാനും ആവശ്യപ്പെട്ടു. സമ്പത്ത് എന്തിനാ ഉപേക്ഷിച്ചത്? പരലോകത്ത് രക്ഷപ്പെടാനാണ്. സഹോദരങ്ങളെ, സ്വഹാബത്തിന്റെ ജീവിതം ആവേശം കൊള്ളാനുള്ളതല്ല, ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. സ്വഹാബത്തിന്റെ നിലപാടുകൾ അത് വെറുതെ കേട്ടാസ്വദിക്കാനുള്ളതല്ല, ജീവിതത്തിലേക്ക് എടുത്തു വെക്കാനുള്ളതാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ ആദർശം ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ളതാകണം. അതെങ്ങനെ സലഫുകൾ മനസ്സിലാക്കിയോ അതിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയണം. അതിന്റെ പേരിൽ നഷ്ടപ്പെടാനുള്ളതെന്തും നഷ്ടപ്പെടട്ടെ, എനിക്ക് പരലോകത്തിന്റെ വിജയം മാത്രം മതി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അതിനെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, വലിയ
രോഗങ്ങൾക്ക് ചികിത്സ തേടുന്ന പലരും ഈ പള്ളിയിൽ ഇപ്പോൾ തന്നെ നമ്മോടൊപ്പം ഇരിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും വളരെ വേഗത്തിൽ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു കരുണയും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.